പ്രായപരിധിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനതിന് എതിരൊന്നുമല്ല, ഞാനും കൈപൊക്കിയതാണ്, എനിക്കതിന് എതിരെയുള്ള അഭിപ്രായവ്യത്യാസമില്ല. പക്ഷേ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത് ഭാവിയിൽ. അപ്പോൾ കഴിഞ്ഞ തവണ ജസ്റ്റ് പ്രായപരിധി കഴിഞ്ഞ് നിൽക്കാൻ ഉണ്ടായില്ല, അദ്ദേഹത്തെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി. കാരണം വേറെ ആളില്ല, അദ്ദേഹമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സന്ദർഭം വരാം, നാളെയും വരാം. അപ്പോൾ പിന്നെ ഈ പരിധി അവിടെ പ്രയോഗിച്ചില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിക്ക് വിടുക. അത് കമ്മിറ്റിയില്ലേ, സ്റ്റേറ്റ് ലെവലിലോ സെൻട്രൽ ലെവലിലോ ഒക്കെ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് ഇതുവരെ കമ്മിറ്റിയല്ലേ തീരുമാനിക്കും. ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് നോക്കാം. അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രിയെയോ ഒരു പ്രധാനമന്ത്രിയോ നിശ്ചയിക്കാൻ പറ്റില്ല, ലോകത്തൊരിടത്തും പറ്റില്ല. അങ്ങനെയൊക്കെ നിശ്ചയിച്ചു പോയാൽ വലിയ ദോഷം വരുമെന്ന് ആ പ്രസ്ഥാനത്തിന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും കൈപൊക്കി. ഇപ്പോഴും അത് എടുത്തു കളയണമെന്നല്ല പറയുന്നത്, അതൊക്കെ പരിശോധിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ ജനൻ TV ജി സുധാകരൻ പിണറായിക്കെതിരെ, പിണറായിക്ക് അനുകൂലമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പകരം ആളെ ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാത്മയാണ് ഞാൻ പറഞ്ഞത്. ജി സുധാകരൻ പിണറായിക്കെതിരെ, ഇപ്പോഴത്തെ മാർക്കറ്റ് അതാണ്. പിണറായിക്കെതിരെ പറഞ്ഞാൽ അതൊരു മാർക്കറ്റാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ള ആളെ പറയത്തില്ല, നാളെയും പറയാൻ പോകണം, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബഹുമാന്യ KK രാഘവൻ മാധ്യമങ്ങളെ നേരെ നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. സത്യസന്ധമായി ജോലി ചെയ്യുക പത്രപ്രവർത്തകരെ, സത്യമേവ ജയതേ മാതൃഭൂമി പറയുന്നത്. അത് മാതൃഭൂമിയുടെ മാത്രം സ്ലോഗൻ ആവണ്ട, അത് നമ്മുടെ പൂർവ്വകാല കൃതികളിലുള്ള ഒരു വാചകമാണ്. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അത് ബാധ്യമാണ്.